ഗംഗ ടീച്ചറാണ് തിരുമലയിലെ സ്ഥാനാർത്ഥി. അവർ രാവിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ നമ്മൾ ഇതിനിടയിലാണ് കാണുന്നത്. നേരത്തെ തന്നെ വിനിഷ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ തിരുമലയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട്. കാരണം തലസ്ഥാന നഗരസഭയിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി പ്രതിരോധത്തിലാക്കുന്ന സംഭവങ്ങൾ ആത്മഹത്യയുടെ പരമ്പരകളാണ്. അത് പ്രധാനപ്പെട്ട നേതാക്കളാണ്. ബി.ജെ.പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആത്മഹത്യ ചെയ്യുന്നു. കഴിഞ്ഞ ദിവസമാണ് ആനന്ദിൻ്റെ ആത്മഹത്യ ഉണ്ടാകുന്നത്. തൃക്കണ്ണാപുരത്ത് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഈ തിരുമല വാർഡിൻ്റെ ബോർഡറിലാണ്. ഈ ആനന്ദിൻ്റെ വീടും ബന്ധുക്കളും ഒക്കെ എന്ന് പറയുന്നത് ഈ തിരുമല വാർഡിലാണ്. ഈ തിരുമലയിൽ തന്നെയാണ് തിരുമല അനിലിൻ്റെ ബി.ജെ.പിയുടെ പ്രത്യേകിച്ച് നേമത്തും ഒപ്പം തന്നെ വട്ടിയൂർക്കാവിലും വലിയ തരത്തിൽ ബന്ധമുള്ള ഏകദേശം പതിറ്റാണ്ടുകളായി ആർ.എസ്.എസിൻ്റെയും ബി.ജെ.പിയുടെയും സജീവ പ്രവർത്തകനായിട്ടുള്ള ആളായിരുന്നു തിരുമല അനിൽ. അനിലിൻ്റെ മരണം സംബന്ധിച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് ബി.ജെ.പി ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നില്ല. ആനന്ദിൻ്റെ മരണത്തിൽ സമാനമായ പ്രശ്നമുണ്ട്. ഒരു വഞ്ചിനാട് എന്ന് പറഞ്ഞ ബി.ജെ.പി ബാങ്കിൽ 22 ലക്ഷം രൂപ ആനന്ദിന് ലഭിക്കാനുണ്ട്. ഒപ്പമാണ് മണ്ണ് മാഫിയ ബന്ധവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നത്. ഇതൊക്കെ തന്നെ ഈ തിരുമലയിൽ പ്രത്യേകിച്ച് നേമം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ വരുന്ന പ്രദേശത്തെ വാർഡുകളിലൊക്കെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഗംഗ ടീച്ചർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ തിരുമലയിൽ മറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുൻപുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായി തിരുമല തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമാകുന്നത് തിരുമല അനിലിൻ്റെ ആത്മഹത്യയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആൾക്കാരെ ഓരോരുത്തരെയും വോട്ടർമാരെ കാണുമ്പോൾ ഗംഗയ്ക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? ഇത് തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ? രാഷ്ട്രീയമില്ലാതെയുള്ളൊരു പിന്തുണ എന്തായിരുന്നാലും ഞാൻ ഈ എൻ്റെ വോട്ടർമാരുടെ ഇടയിലേക്ക് ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു സ്നേഹം കിട്ടുന്നുണ്ട്. കാരണം ഒരു കൗൺസിലറായി ഇരിക്കുന്ന ഒരാളുടെ മരണം അത് രാഷ്ട്രീയം നോക്കാതെ തന്നെയുള്ളൊരു വേദന ഞങ്ങൾക്ക് എല്ലാവരുടെ ഇടയിലും ഉണ്ട്. തിരുമല നാടിന് എല്ലാവരുടെ ഇടയിലും ആ ഒരു വേദനയുണ്ട്. ആ ഒരു ഞെട്ടൽ മാറാതെ ഇരിക്കുക തന്നെയാണ് ഇന്നലെ ആനന്ദേട്ടൻ്റെ മരണം. കാരണം ഞങ്ങൾ ദിവസേന പുറത്തിറങ്ങുമ്പോൾ കാണുന്ന ആളുകളിൽ ഒരാളൊക്കെയാണ് ചേട്ടനും, ഈ പറഞ്ഞ പോലെ മുമ്പുള്ള ഈ കൗൺസിലറായിട്ടുള്ള അനിച്ചേട്ടനും. അപ്പോൾ അനിച്ചേട്ടനെന്ന് വിളിക്കുമ്പോൾ തന്നെ അതിൽ ഞങ്ങളൊരു രാഷ്ട്രീയം നോക്കാറില്ല. രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലല്ല, ചേട്ടൻ അത്രയും സോഷ്യലായിട്ട് എല്ലാവരോടും ഇടപെടുന്ന ആളാണ്. അതുപോലെ തന്നെ ഒരാൾ തന്നെയായിരുന്നു ഈ ആനന്ദേട്ടനും. കാരണം പുള്ളിക്കാരൻ അവിടെ ഒരു ഹോട്ടൽ ജീവനക്കാരനെ കൂടെ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. നമ്മളവിടെ പോകുന്ന സമയത്ത് നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അനുഭവം അങ്ങനെ തന്നെയാണ്. അത്രയും വളരെ സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്താൻ പെട്ടെന്ന് അവരുടെ ഒരു വിയോഗം ഒരിക്കലും താങ്ങാൻ പറ്റുന്നതല്ല. കാരണം രാഷ്ട്രീയമില്ലാതെ തന്നെ വലിപ്പം ചെറുപ്പം ഇല്ലാതെ തന്നെ സ്ത്രീ പുരുഷനില്ലാതെ തന്നെ കുഞ്ഞുങ്ങൾക്കിടയിൽ വരെ ആ ഒരു മരണം വളരെ വേദനയായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. എൻ്റെ വോട്ടർമാരുടെ ഇടയിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും, എൻ്റെ തിരുമലക്കാരുടെ ഇടയിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും ആ മരണത്തെ വളരെ വേദനയോടുകൂടി തന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു സപ്പോർട്ട് എനിക്ക് എന്തായിരുന്നാലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അത് എൻ്റെ വിജയത്തിലേക്ക് എന്നെ കൊണ്ട് നയിക്കുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. ഈ തിരുമലയാകട്ടെ, തൊട്ടടുത്ത വലിയവിള വാർഡാകട്ടെ, തൊട്ട് പുന്നയ്ക്കമ്മകളാകട്ടെ, ഇതെല്ലാം അനിലിൻ്റെ പ്രധാനപ്പെട്ട പ്രദേശമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനൊക്കെ ആർ.എസ്.എസിൻ്റെ സജീവ പ്രവർത്തകനാണ്. വ്യക്തിപരമായി എനിക്ക് തന്നെ അറിയാവുന്ന ഈ അനിലിൻ്റെ ചേട്ടനാണ് വേണു എന്ന് പറയുന്നത്. വേണുവൊക്കെ തന്നെ അനന്തപുരി ബാങ്കിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ചുമതലക്കാരനാണ്. ഒപ്പം തന്നെ ഈ തിരുമല അനിൽ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് കൊണ്ടുവന്ന പലരുമാണ് അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്തത്. അവരെ പ്രാവശ്യം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഞാൻ വ്യക്തിപരമായി പേര് പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഈ ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട മനസ്സുള്ളവർ പോലും രാഷ്ട്രീയത്തിനതീതമായി ഗംഗയോട് പേഴ്സണലായി പലരും സംസാരിക്കുന്നുണ്ടായിരിക്കും, സപ്പോർട്ട് ഉണ്ടാകുമെന്ന്. അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് ഗംഗ? കാരണം കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിന് മുമ്പായി തന്നെ നമ്മുടെ LDFൻ്റെ കയ്യിൽ വളരെ സുരക്ഷിതമായിട്ടിരുന്ന ഒരു സ്ഥലം തന്നെയാണ് തിരുമല വാർഡ്. ഒരു 10 വർഷം, ആ 10 വർഷം അനിച്ചേട്ടൻ്റെ തന്നെ ആയിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ പുറത്ത് തന്നെ ആയിരിക്കും ആ ബി.ജെ.പിക്ക് അങ്ങനെ ഒരു ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ ചേട്ടൻ അങ്ങനെ ഒരു പ്രസ്ഥാനം രൂപപ്പെടുത്തി എടുത്തിരുന്നാലും ചേട്ടൻ്റെ പ്രസ്ഥാനം തന്നെ ചേട്ടനെ പിന്തള്ളിയതിൻ്റെ ഒരു വേദനയാണ് ചേട്ടൻ ഈ മരണത്തിലേക്ക് തള്ളിവിട്ടത്. അത് വേറെ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായേക്കാം. അതൊന്നും ചികഞ്ഞു പോയി ഉള്ളൊരു വോട്ട് പിടുത്തം ഞങ്ങളുടെ LDF ആയിട്ട് ഇല്ല. ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ചേട്ടൻ്റെ വിയോഗത്തിൽ വളരെ വേദനാജനകമായിട്ടുള്ള ആ രാഷ്ട്രീയ പ്രസ്ഥാനം നോക്കാതെ തന്നെയുള്ള ഒരു പിന്തുണ എനിക്ക് ഉണ്ടാവും. എൻ്റെ തിരുമലക്കാരൻ എനിക്ക് തരും. അത് വോട്ടായി രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. രാവിലെ വളരെ പോസിറ്റീവായി ഗംഗ എല്ലാ വീടുകളിലും ഓടി നടക്കുന്നത് കണ്ടു. എല്ലായിടത്തും പോസ്റ്ററിൽ ഗംഗ ടീച്ചർ എന്ന് ഫ്ലെക്സിലേക്ക് കണ്ടു. ടീച്ചറാണെന്ന് മനസ്സിലായി. എവിടെയാണ്, ഏത് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്? കണ്ണശ മിഷൻ ഹൈസ്കൂൾ പേയാടിലെ ഒരു ഇംഗ്ലീഷ് അധ്യാപികയാണ്. കുഞ്ഞു കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്. UKGയിലെ ടീച്ചറാണ്. ഈ കണ്ണശ്ശേരി എന്ന് പറഞ്ഞ പ്രദേശത്ത് വരുന്നതും തിരുമല വാർഡിലുള്ള ഒത്തിരി പേര് വരുമല്ലോ. ഉണ്ട്. ഉറപ്പായിട്ടും അത് ആ കുട്ടികളുടെ വീടാണ് എന്നൊരു തിരിച്ചറിവ് എനിക്ക് മുൻകൂട്ടി ഉണ്ടാവാറില്ല. പക്ഷേ അപ്രതീക്ഷിതമായി ഞാൻ ചെന്ന് കയറുന്ന സമയത്ത് ടീച്ചറെ എന്നുള്ളൊരു ഓടി വരലും
ഇതൊക്കെ വളരെ സന്തോഷം തന്നെയാണ്. ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിവൈഎഫ്ഐ നേതാക്കളടക്കം പോയി കണ്ടതാണ്. ശ്യാമയുടെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണം നമ്മൾ കണ്ടു. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് പാർവതി, അങ്ങനെ എസ് പി ദീപക് മുതൽ ഡിവൈഎഫ്ഐ SFI രംഗത്ത് വന്ന വലിയ ഒരു നിരയുണ്ട്. ഒപ്പം തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകയാണ് ഗംഗ എന്ന് ഞാൻ നേരത്തെ കേട്ടു. ഒപ്പം തന്നെ ഡിവൈഎഫ്ഐയും ബാലസംഘത്തിലൊക്കെ പ്രവർത്തനം സജീവമായിട്ടുണ്ട്. അപ്പം വിവിധ തരത്തിലുള്ള പ്രൊഫഷണലുകൾ, ഇപ്പോൾ പിന്നെ IT രംഗത്തുള്ള പ്രൊഫഷണലുകൾ, അഭിഭാഷകർ, വിദ്യാർത്ഥികൾ, യുവജന നേതാക്കളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. അപ്പോൾ ഈ അധ്യാപിക എന്നുള്ള നിലയിൽ കൂടിയുള്ള ബന്ധവും സൗഹൃദങ്ങളും ഒപ്പം തന്നെ ആ അനുഭവങ്ങളൊക്കെ തന്നെ ഈ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിൽ വിജയത്തിന് വഴിയൊഴുക്കുക മാത്രമല്ല, സ്വാഭാവികമായി പ്രവർത്തനത്തെയും, ഭാവിയിൽ ഒരു കൗൺസിലർ എന്ന പ്രവർത്തനത്തെയും ഗുണം ചെയ്യും. ഉറപ്പായിട്ടും അധ്യാപിക എന്നുള്ളൊരു മേഖലയിൽ എത്തുമ്പോഴത്തേക്ക് തന്നെ നോർമലി അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ ഉറപ്പായിട്ട് ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മനുഷ്യത്വം എന്നുള്ള സാധനം അത് എപ്പോഴും ഉണ്ടാവണമല്ലോ മനസ്സിൽ. അത് എൻ്റെ തിരുമലക്കാരുടെ ഒപ്പം തന്നെ ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. കാരണം ഞാനിവിടെ ജനിച്ച് വളർന്നൊരു കുട്ടിയാണ്. 28 വർഷമായി തിരുമലക്കാരുടെ തന്നെ സ്വന്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ആളുകളെ കാണാൻ ഇറങ്ങുമ്പോഴത്തേക്കും അവരുടെ വീട്ടിലൊരു കുട്ടിയായി തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത്. അവരെല്ലാവരും പറയുന്നുണ്ട് കുഞ്ഞിലേ കണ്ടതല്ലേ എന്നുള്ള തരത്തിൽ. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ അത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി അവരുടെ ഇടയിൽ ചെന്ന് കയറാനും അവരുടെ അടുത്ത് പെരുമാറാനും കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അത് വളരെ തീർച്ചയായും. അതായത് തിരക്കിനിടയിലാണ് ഗംഗ ടീച്ചറെ കണ്ടത്. എല്ലാവിധ ആശംസകളും. ഗംഗയുടെ പിതാവ് എന്ന് പറയുന്നത് പപ്പൻ ചേട്ടൻ എന്ന് പറയും. അതായത് തിരുമല എല്ലാവർക്കും അറിയാവുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം ഇപ്പോൾ ഈ പ്രചരണത്തിനൊപ്പം ഉണ്ട്. നമ്മുടെ ക്യാമറയ്ക്ക് പിന്നിലായതുകൊണ്ട് ഈ സമയം കാണിക്കുന്നില്ല. ജയപ്രകാശ് പിന്നെ ഗംഗയുടെ പിതാവ് പപ്പൻ ചേട്ടനെ കൂടി നമുക്ക് ഈ നിമിഷം ഒന്ന് പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുക്കുക. അദ്ദേഹവും അടക്കം ഈ സ്ക്വാഡിലുണ്ട്. ഒപ്പം തന്നെ പ്രവർത്തകർ ഡിവൈഎഫ്ഐയുടെയും മഹിളാ അസോസിയേഷൻ്റെയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെയും ഡിവൈഎഫ്ഐയുടെയും പാർട്ടി പ്രവർത്തകരൊക്കെ രാവിലെ തന്നെ സജീവമായിട്ടുണ്ട്. ഇവിടെ തിരുമലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിനൊപ്പം ചർച്ച ചെയ്യുന്നത് തിരുമല അനിൽ എന്ന BJPയുടെയും RSSൻ്റെയും വർഷങ്ങളായിട്ടുള്ള സജീവമായിട്ടുള്ള പ്രവർത്തകൻ്റെ വിയോഗമാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്തതിനുള്ള അവസ്ഥയാണ്. അത് BJP പ്രവർത്തകരിലും RSS പ്രവർത്തകരിലും വലിയ തരത്തിലുള്ള ആഘാതം, മാനസികമായ ദുഃഖമുണ്ടാക്കിയിട്ടുണ്ട്. അത് ഗംഗ ടീച്ചറെ പേഴ്സണലായി പലരും അറിയിച്ചിട്ടുമുണ്ട്. അതിൻ്റെ ഒരു പിന്തുണ ഗംഗ ടീച്ചർക്കുണ്ട്. തൊട്ടടുത്താണ് ആനന്ദിൻ്റെ മരണം. ഞാൻ മുഖവരായി പറഞ്ഞു, ആനന്ദുമായി വ്യക്തിപരമായി നല്ല ബന്ധമുണ്ടായിരുന്ന ആളാണ് ഗംഗ അത് തന്നെയാണ് സൂചിപ്പിച്ചത്. ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള മത്സരത്തിനൊപ്പം തന്നെ ഇത്തരത്തിൽ കൂടെ നിൽക്കുന്നവരെ ചേർത്ത് നിർത്താനുള്ള ഒരു പിന്തുണ ജനങ്ങൾ അത് വിലയിരുത്തും. അതിന് ഒരു അംഗീകാരമായി തിരുമലയിലെ ജനവിധി മാറും എന്ന് തന്നെയാണ് ഗംഗ ടീച്ചർ പറഞ്ഞത്. പ്രവർത്തകർ ആവേശത്തിലാണ്. ഈ സമയത്തെ നമ്മൾ അവരുടെ സമയത്തെ നഷ്ടപ്പെടുത്തുന്നില്ല. ഒരുപാട് വോട്ടർമാരെ കാണാനുള്ള സമയമുണ്ട്. അതുകൊണ്ടാണ് ഇതിനിടയിലാണ് ഗംഗയോട് നമ്മൾ സംസാരിച്ചത്. വിനിഷ.